അമ്മേ, കോവിലകത്തിനെ അമ്മയാണ് അവൾ അവമാനിച്ചിരിക്കുന്നത്. രണ്ടെണ്ണത്തിനെ ഞെരിച്ചേക്കട്ടെ. അടക്കോ ഒതുക്കോ ഉള്ളവളായി വേഷം കിട്ടിയിട്ട് അവള് നമ്മളെ ചതിക്കുകയായിരുന്നല്ലേ. ഇറങ്ങി വരുമ്പം കോവിലകത്തിന്റെ ശേഷി എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ട് അവളെ വിടാവും. തന്റെ ശരിക്കുള്ള പേരെന്താ? രാജു. അവര് എത്ര പണം തന്നു? 3000. 5000 ഉറപ്പിച്ചത്. 2000 രൂപ തരാനുമുണ്ട്. അപ്പൊ ഇതാണോ സ്ഥിരം പണി? അല്ല, ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവര് പറഞ്ഞപ്പോ. വാട്ട്സ് നെക്സ്റ്റ് പ്ലാൻ? ഇവിടെ എന്റെ ഭർത്താവായിട്ട് താമസിക്കണോ? അയ്യോ വേണ്ട മാഡം, ഒന്ന് തടി ഊരി കിട്ടിയാ മതി. വാ. എന്താ ഭീമ, അവര് വരുമ്പോ ഒരു അക്ഷരം മിണ്ടരുത്. പിടിച്ച് പുറത്താക്കണം. ചെല്ല്. എടി, എന്താ നീ കരുതിയിരിക്കുന്നത്? വീട്ടിലറിയാതെ കല്യാണം കഴിച്ചൊരു കുട്ടിയെ പ്രസവിക്കുക. കോവിലകത്തെ സുധാകര വർമ്മയുടെ മോളാന്ന് പറയാൻ നാണമില്ലടി നിനക്ക്? ഭീമ, പിടിച്ച് പുറത്താക്കടാ രണ്ടിനെയും. വരട്ടെ. അതിനു മുൻപൊരു കാര്യം പറയാനുണ്ട്. നീ മിണ്ടരുത്. മിണ്ടും. നിങ്ങൾ തടയുകയില്ല. പോകുന്നതിന് മുൻപ് എനിക്ക് ചില അവകാശങ്ങൾ കിട്ടാനുണ്ട്. എന്തവകാശം? പറയാം. മിസ്റ്റർ അർജുനൻ, ഇദ്ദേഹത്തിന് ഒരു 2000 രൂപ കൂടി കൊടുക്കണം. എന്തിന്? 5000 രൂപ ഇയാളുടെ ദിവസക്കൂലി. ഏട്ടാ, ഇനി മിണ്ടിക്കല്ലേ, പിടിച്ച് പുറത്താക്ക്. ഭീമ, തൊട്ടു പോകരുത്. പറയടോ, താൻ എങ്ങനെ ഇവിടെ വന്നത്? ഞാൻ പറയും. ഇയാള് പറഞ്ഞിട്ടാ ഞാനിവിടെ വന്നത്. എന്താ ഈ പറയുന്നേ? എനിക്ക് ഇയാളെ ഒന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ഇയാൾക്ക് കാശ് കൊടുക്കണം? ദേ, തെണ്ടിത്തരം പറയരുത്. മാത്യു ആശാന്റെ വർക്ക്ഷോപ്പിൽ വെച്ചാ ഇയാള് കാശ് തന്നത്. ആശാ സാക്ഷിയാ. ഈ പെണ്ണിന്റെ ഭർത്താവായിട്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞില്ലേ? നിക്കടാ, ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണോ? ആന്റി, ഇയാളുടെ വരവും നിൽപ്പും കണ്ടപ്പോഴേ ആരോ അയച്ചതാണെന്ന് എനിക്ക് ബോധ്യായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറിയത്. അത് ഇവര് പ്രതീക്ഷിച്ചില്ല. ഇവന്മാരെ ഇന്ന് ഞാൻ വരട്ടെ ആന്റി. ആദ്യം നമുക്ക് ഇയാളെ ഒന്ന് സെറ്റിൽ ചെയ്യാം. മിസ്റ്റർ രാജു, താങ്കൾക്ക് ഇനി എന്തെങ്കിലും വേണോ? ഇവനെ നല്ല കൊടുക്ക വേണ്ട കരുണ. നീ പോയി വടിയെടുത്തിട്ട് വാ. ഇവന്മാരെയൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇവരോട് കുറച്ച് ഷാർപ്പായി പെരുമാറിയിട്ടുണ്ടെന്നത് സത്യം. പക്ഷേ ഇവരിത്രയും കടന്ന് ചിന്തിക്കുമെന്നൊന്നും ഞാൻ കരുതിയില്ല. തല്ലുകയൊന്നും വേണ്ട. ഇവരെ നാട്ടിൻ പുറത്ത് കിടന്ന് കളിച്ച കളിയല്ല ഞാൻ കണ്ടിട്ടുള്ളത്. കുറെയൊക്കെ ഇവർക്ക് അറിയാം. ബാക്കി ഞാൻ വഴിയെ പറഞ്ഞു കൊടുത്തോളാം. എന്നെ നാണം കെടുത്തില്ലടാ നിങ്ങള്. ഞങ്ങൾക്ക് തെറ്റുപറ്റി. മാപ്പ് തരണം അമ്മേ. അമ്മേ, മാപ്പപേക്ഷിക്കുന്നവരെ പിന്നെ തല്ലിക്കൂടാ. ഇത്രയും കാലം ആളുകളുടെ മുമ്പിൽ നാണം കെടുമ്പം നീയൊക്കെ വിവരമില്ലാത്തതൊന്നും ഞാൻ കരുതിയിരുന്നുള്ളൂ. പക്ഷേ നീയൊക്കെ ക്രിമിനൽസാ. ഒരമ്മയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശാപമാ ഇങ്ങനത്തെ സന്തതികൾ. നശിച്ചോമാര്. പണി പാളി. എന്തൊരു വേദനയാ. പാട് വീഴാതിരുന്നാ മതിയായിരുന്നു. എന്റെ സ്കിൻ വളരെ സെൻസിറ്റീവാ. അതൊക്കെ ഞാൻ കിട്ടിയതെല്ലാം തടുത്തില്ലേ? എടാ, ഞാനും തടുത്തു. അവിടെ തന്നെയാ വേദനിക്കുന്നത്.
ഇനി അമ്മയുടെ മുമ്പിൽ നമുക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല. എല്ലാം തീർന്നു. ഏട്ടാ ദേ നോക്കിക്കേ എന്റെ അമ്മോ. അയ്യോ തൊടല്ലേ എന്റെ അമ്മേ. അയ്യോ ചോര പറ്റോ ചേട്ടാ.